തമ്പി ഉണ്ണിത്താനോട് ചോദിക്കും, ഇവിടെ നിന്നല്ലേടോ താൻ ഈ വക്കീലിനെതിരെ വെല്ലുവിളി നടത്തിയത്, തമ്പിയെ തൊട്ടാ ഉണ്ണിത്താന് പൊള്ളൂന്ന്. എന്നിട്ട് എവിടെയാണോ പൊള്ളിയെന്നൊക്കെ തമ്പി കളിയാക്കി ചോദിക്കും. എൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അത് തിരികെ തരാതെ അല്ലേടോ താൻ ഈ ചെറ്റത്തരം കാണിച്ചതെന്ന് തമ്പി ചോദിക്കും. അങ്ങനെ വായി തോന്നുന്ന എന്തൊക്കെയോ തമ്പി വിളിച്ചു പറയും. ഇത് കേൾക്കുമ്പോൾ ഉണ്ണിത്താനും ചെറുതായിട്ട് ദേഷ്യം വരും. ഉണ്ണിത്താൻ്റെ വരുമാൻ തൻ്റെ കയ്യിലാണെന്നും താൻ പറയുന്നത് എന്തു ചെയ്യുന്നുള്ള രീതിയിലൊക്കെ തമ്പി സംസാരിക്കുകയാണ്. ഉണ്ണിത്താൻ കസാരയൊക്കെ തട്ടിത്തെറിപ്പിച്ച് എണീറ്റ് തമ്പിയോട് അങ്ങ് ചൂടാവും. നിന്റെ പേരിൽ ജാനകി കൊടുത്തത് കള്ളക്കേസാണോടാ? ആ രാധാമണി വരസ്യരെ നീ റേപ്പ് ചെയ്യാതാണോടാ അവരൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്? ഇത് കേട്ട് തമ്പി ഉണ്ണിത്താൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്. ഉണ്ണിത്താൻ പറയും, ഇനിയുള്ള കാലം താൻ അകത്ത് കിടക്കുമെന്ന് പറഞ്ഞ് ഉണ്ണിത്താൻ അവിടുന്ന് പോവുകയാണ്. ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അജയുടെ അടുത്ത് വന്നിട്ട് നിരഞ്ജന പറയും, ഈ കേസിലെ പ്രതിഭാഗത്തെയും വാദിഭാഗത്തെയും വക്കീലന്മാർ ഭാര്യ ഭർത്താക്കന്മാരാണ്, അതാണ് അജയ് എടുത്ത് യൂസ് ചെയ്യുന്നതെന്ന്. അജയ് പറയും, നിരഞ്ജന എൻ്റെ ഭാര്യയാണെന്ന് കരുതി എനിക്കെൻ്റെ ജോലി ചെയ്യേണ്ടായിരുന്നു. നിരഞ്ജന പറയും, അജയ് കേസിലോട്ട് വന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ എതിർവശത്ത് വന്നതുകൊണ്ട് മാത്രം വന്നതാണ്, പക്ഷേ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും ഞാൻ സമ്മതിക്കില്ലെന്ന് നിരഞ്ജന പറയും. അജയ് പറയും, എന്തിനെങ്ങനെ ചൂടാവുന്നത്, അതിനുവേണ്ടി എന്താ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഈ കേസ് നമ്മൾ ഏറ്റ കാര്യം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്ന് അജയ് ആരോട് പറഞ്ഞോ എന്നൊരു ചോദ്യം നിരഞ്ജന അജയോട് ചോദിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിരഞ്ജന പറയും, എനിക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്യണ്ട, എനിക്ക് എല്ലാം ചെയ്തു തരാൻ എൻ്റെ അച്ഛനുണ്ടെന്ന് പറയും. ആദ്യം ജീവിതത്തിന് ഒരർത്ഥവും നിലപാടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് നിരഞ്ജന അങ്ങോട്ട് പോകും. അജയ് ഇങ്ങനെ മനസ്സിൽ പറയും, തോൽവിയുടെ രുചി ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാമെന്ന്. ആ കേസിൻ്റെ റെലവൻസിനെ കുറിച്ചൊക്കെ രഞ്ജന അഭിയോടും ജാനകിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭി പറയും, ഈ കേസിൻ്റെ പഴക്കവും അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയാത്തതുമാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അഭി പറയും, അമ്മയുടെ അച്ഛൻ കംപ്ലൈൻറ്റ് കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ ഒന്ന് കാണണം. 2 പോലീസ് ഓഫീസർമാരിൽ ഇപ്പോൾ ഒരാൾ മാത്രമേ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൂ, അത് സേനനാണ്. അയാൾ പണ്ട് മുതലേ തമ്പിയുടെ ആളാണ്. മാധവ വാര്യർ ആദ്യം കാണാൻ പോയത് സേനനെയാണ്. അങ്ങനെയാണ് തമ്പി വിവരങ്ങളൊക്കെ അറിയുന്നത്. 2ാമത്തെ ഉദ്യോഗസ്ഥൻ ഒരു സത്യസന്ധനാണ്. അയാൾ അവസാനം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്വയം രാജിവെച്ച് പോകായിരുന്നു എന്നൊക്കെ നിരഞ്ജന പറയും. ഇതറിയാൻ വേണ്ടി അഭി സക്കീർ ഭായിയെ വിളിക്കും. സക്കീർ ഭായി പറയും, CI നടരാജനെ പറ്റി ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അയാൾ ഇവിടെ സിറ്റിയിലുണ്ട്. അയാളുടെ മകള് അവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ആ മാഷിൻ്റെ കാര്യം ചോദിക്കും. സക്കീർ ഭായി പറയും, മാഷിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പെൻഷൻ വാങ്ങുന്നുണ്ടാവുമെന്ന് പറയും. സക്കീർ ഭായി ക്ലബ്ബിൽ വെച്ചുണ്ടായ പ്രശ്നത്തിനെ പറ്റി അഭിയോട് പറയും. കോള് കഴിഞ്ഞ് അഭി നിരഞ്ജനയോട് ക്ലബ്ബിൽ സംഭവിച്ച കാര്യത്തെപ്പറ്റി പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിരഞ്ജനയ്ക്ക് ദേഷ്യം വരും. ഈ വിവരം സക്കീർ ഭായിക്ക് ഇന്നലെ എന്നെ വിളിച്ച് പറയാൻ തോന്നിയില്ലെന്നൊക്കെ പറയും. നിരഞ്ജന പറയും, എനിക്ക് അയാളെ തിരിച്ചടിക്കണം, ഞാൻ ആദ്യം അച്ഛനെ കാണട്ടെ, എന്നിട്ട് തമ്പി എവിടെയുള്ളത് അവിടെ പോയിട്ട് അയാളുടെ മുഖത്തടിക്കും എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജന അവിടെ നിന്ന് ഇറങ്ങും. അഭി പറയും, തമ്പി നോവിച്ചത് ഉണ്ണിത്താനെ, ആനപ്പകയെ ഉണ്ണിത്താനെ, നമുക്കത് ഗുണം ചെയ്യും. അതും പറഞ്ഞ് അഭി അകത്തേക്ക് പോകും. ജാനകി അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അടിക്കും. നിരഞ്ജന വന്ന് ഉണ്ണിത്താനോട് തച്ച കാര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ ഉണ്ണിത്താൻ പറയും, അയാൾ എന്നെ വിശ്വസിച്ചതല്ലേ, അതിൻ്റെ പേരിൽ ചെറിയ കച്ചറയൊക്കെ ഉണ്ടായിന്ന് പറയും. ആ കൂട്ടത്തിൽ അയാൾ എന്നെ തിരിച്ചടിക്കാൻ എനിക്ക് പറ്റിയില്ല, അപ്പോഴേക്ക് ആളുകൾ കൂടി പിടിച്ചു മാറ്റി, പകരം എന്താ നീ തിരിച്ചടിക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. നിരഞ്ജന പറയും, ഞാനൊരു പെണ്ണായതുകൊണ്ടാണോ അച്ഛൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്തായാലും തമ്പിയെ തിരിച്ചടിച്ചിരിക്കുന്നത് നിരഞ്ജന പറയും. ഉണ്ണിത്താൻ നിരഞ്ജനയെ പിടിച്ചു വെക്കും. എന്നിട്ട് പറയും, ഞാനത് തിരിച്ച് ചെയ്യാത്തത് എന്താണെന്നറിയോ, അടിച്ചു കഴിഞ്ഞാൽ അതോടെ തീർന്നു, അത് ഉള്ളിൽ കിടക്കണം, എന്നാലേ എനിക്ക് വാശിയുണ്ടാവും എന്നൊക്കെ ഉണ്ണിത്താൻ പറയും. പക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെച്ച് പെരുമാറേണ്ടതാണ്. തമ്പിയോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, ഇപ്പോൾ തമ്പി എന്നെ അടിച്ചപ്പോൾ അത് പോയി, ഇപ്പോൾ ഭയങ്കര പകയായി എന്നൊക്കെ ഉണ്ണിത്താൻ പറയും. ഉണ്ണിത്താൻ പറയും, ഇനി നീ ആ വീട്ടിൽ താമസിക്കണ്ട, പണ്ടായിരുന്നെങ്കിൽ അഭിയും ജാനകിയും ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരും ഇല്ലല്ലോ എന്ന് പറയും. നിരഞ്ജന പറയും, അത് അഭിയേട്ടൻ്റെ ജാനകി എടുത്തിൻ്റെ വീടാണ്, മറ്റുള്ളവരൊക്കെ എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് പോകാമെന്ന് പറയും. ആ വീട്ടിൽ എന്നും എനിക്ക് റൂമുണ്ടാവും, അജയുടെ ഭാര്യ ആവണമെന്നില്ല, ജാനകി എടുത്തിട്ട് അനിയത്തിയായ മതി എന്ന് പറയും. ഉണ്ണിത്താനെ തല്ലിയത് തെറ്റായിന്ന് അമൽ അപർണയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിത്താൻ അത് കിട്ടേണ്ടത് തന്നെയാണെന്ന് അപർണ പറയുമ്പോൾ നിരഞ്ജന കയറി വരികയാണ്. നിരഞ്ജന പറയും, അതിന് പകരം ചോദിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, എൻ്റെ അച്ഛൻ എന്നെ തടഞ്ഞുകൊണ്ടാണെന്ന് പറയും. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു, നീ എൻ്റെ അച്ഛനെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ അപർണ അങ്ങോട്ട് ചോദിക്കും. അപർണ പറയും, എൻ്റെ അച്ഛൻ അങ്ങനെ വെറുതെ ആരെ തല്ലാനൊന്നും പോയില്ല, നിൻ്റെ അച്ഛൻ അടി ചോദിച്ച് വാങ്ങിയതാന്ന് പറയും. നിരഞ്ജന പറയും, നിൻ്റെ അച്ഛൻ കാണിച്ച വൃത്തികേടിന് കുട പിടിക്കാൻ എൻ്റെ അച്ഛനെ കിട്ടില്ല എന്ന് പറയും. ഒരു പാവം പെണ്ണിനെ പിച്ച് ചീന്തിയിട്ട് വലിയ മാന്യനെ പോലെ നടക്കാമെന്ന് എൻ്റെ അച്ഛന് മനസ്സിലായി, അതുകൊണ്ടാണ് കേസ് ഏറ്റെടുക്കാഞ്ഞ്, അതാണ് തമ്പിക്ക് ഇഷ്ടമാഞ്ഞെന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ അപർണയ്ക്ക് ദേഷ്യം വരും. ഇനിയൊരു അക്ഷരം പറഞ്ഞാൽ അച്ഛന് കിട്ടിയ പോലെ മോൾക്കും കിട്ടിയെന്ന് അപർണ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് നിരഞ്ജന അപർണയുടെ കരണത്ത് ആഞ്ഞടിക്കുകയാണ്. നിരഞ്ജന പറയും, ഇത് നിൻ്റെ അച്ഛനുള്ളതാണെന്ന് കൂട്ടിക്കോ, നിനക്കുള്ളത് ഞാൻ തരാമെന്ന് പറയും. അപർണ ചോദിക്കും, നീ എന്നെ തല്ലിയടിയെന്ന് ചോദിച്ചിട്ട് തിരിച്ചടിക്കാൻ പോകുമ്പോൾ അമൽ പിടിച്ചു വെക്കും. അത് കഴിഞ്ഞിട്ട് അപർണ നിർത്തില്ല. അപർണ ഇങ്ങനെ നിരഞ്ജനയുടെ അച്ഛനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിരഞ്ജന പറയും, നിൻ്റെ അച്ഛൻ്റെ അത്ര എൻ്റെ അച്ഛൻ അധപതിച്ചിട്ടില്ലെന്ന്. എൻ്റെ അച്ഛൻ ചെയ്യുന്നത് അഡ്വക്കേറ്റിൻ്റെ ജോലിയാണ്, നിൻ്റെ അച്ഛൻ ചെയ്യുന്നത് ആഭാസിൻ്റെ ജോലിയും.
അപർണയ്ക്ക് ഇതൊക്കെ സഹിക്കുന്നതിനപ്പുറമായിരുന്നു. അപർണ കൊല്ലും നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും അമലി പിടിച്ചു വെക്കും. നിന്റെ അച്ഛനാണ് രാധാമണി വാരസ്യാരെ നശിപ്പിച്ചതെന്ന് നിരഞ്ജന പറയുമ്പോൾ പിന്നെ എന്തിനാ നിന്റെ ഭർത്താവ് എതിർകക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്നത്, നീ പോയി ചോദിച്ചു നോക്കുമെന്ന് പറയും.